കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 22ാമത്തെ മെസ്സേജിൻ്റെ പാർട്ട് 2 ആണ് വായിക്കുന്നത്. എൻ്റെ എത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, പരിശുദ്ധ കത്തോലിക്ക സഭ വളരെ വലിയ ആശയക്കുഴപ്പത്തിലും അനിശ്ചിതത്വത്തിലും അസ്വസ്ഥതയിലുമാണ്. അവൾ എന്നേക്കും നിലനിൽക്കുമെന്നത് സത്യം തന്നെ. എന്നാൽ അതിനിടയിൽ അവൾ അനേകം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നേരിടേണ്ടി വരും. എന്തെന്നാൽ സഭ ദൈവികമാണ്. ദൈവം സ്ഥാപിച്ചതിനെ മാറ്റാൻ മനുഷ്യന് സാധിക്കുകയില്ലല്ലോ. എൻ്റെയോ ദൈവത്തിൻ്റെയോ നിയമങ്ങൾ മനുഷ്യൻ മാറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ തന്നെ പൂർണ്ണമായി എന്നിൽ നിന്ന് അകറ്റുന്നു എന്നാണ്. കാരണം ദൈവം ഒരിക്കലും തൻ്റെ നിയമങ്ങൾ മാറ്റുന്നില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും സാത്താൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കരുത്. ദൈവം നന്മയിൽ സ്ഥിരചിത്തനായിരിക്കുന്നത് പോലെ സാത്താൻ തിന്മ പ്രവർത്തിക്കുന്നതിലും സ്ഥിരചിത്തനാണ്. അലറുന്ന സിംഹത്തെപ്പോലെ സാത്താൻ നിങ്ങളുടെ ചുറ്റും കറങ്ങി നടക്കുന്നു. നിങ്ങളെ അവൻ്റെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകാനായി അവൻ ഇരുട്ടിൽ പ്രവർത്തിക്കുന്നു. സാത്താൻ വഞ്ചനാപരമായി പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിലാണ്. സാത്താന് വാക്കുകൾ ആവശ്യമില്ല. എൻ്റെ നോട്ടം നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറുന്നത് പോലെ തന്നെ അവൻ്റെ നോട്ടവും നിങ്ങളുടെ ഹൃദയങ്ങളെ തുളച്ചു കയറും. ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യഹൃദയങ്ങളിലെ സ്നേഹമാണ്. എന്നാൽ അവൻ ആഗ്രഹിക്കുന്നതോ ജഡമോഹങ്ങളും. അവയിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. എന്നെ നശിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും ശ്രമിച്ചതിനു ശേഷം അവൻ എൻ്റെ സഭയെ ലക്ഷ്യം വെക്കുന്നു. അവൻ അവൾക്ക് ഇരുണ്ട കാലങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ചിന്തകളെ നശിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയെ നശിപ്പിക്കുന്നതിൽ വിജയം വരിക്കാനാണ്. സാത്താൻ ഇപ്പോൾ ആക്രമിക്കുന്നത് നിങ്ങളുടെ മനസ്സാക്ഷിയെയാണ്. സുഖത്തിൻ്റെയും അത്യാഗ്രഹത്തിൻ്റെയും അറിവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വയം ദൈവമാകാമെന്നുള്ള ദൈവദൂഷണപരമായ പ്രതീക്ഷയുടെയും പഴം അവൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോകസുഖങ്ങൾ ഹേതുവായി നിങ്ങൾ കാമാസക്തിയാൽ ദഹിക്കുന്ന മൃഗങ്ങളെപ്പോലെ പെരുമാറുന്നു. വെറുപ്പുളവാക്കുന്ന വിധത്തിൽ, അരോചകമായ വിധത്തിൽ ഈ ലോകത്തിൽ തന്നെ ശിക്ഷാവിധിക്ക് അടിപ്പെട്ട് ജഡത്തിൻ്റെ രോഗവും ആത്മാവിൻ്റെ മരണവും നിങ്ങൾ ഏറ്റുവാങ്ങുന്നു. അറിവിനു വേണ്ടിയുള്ള അത്യാഗ്രഹം നിങ്ങളെ വഞ്ചകൻ്റെ കൈകളിൽ തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നു.